പണി ഇപ്പൊ പാളിയനെ ഗൈസ്, കയ്യിലുള്ള പൈസ ഇപ്പൊ പോയേനെ. സംഭവം എന്ന് വെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. അതിൽ എഴുതിയേക്കുന്ന യുവർ ട്രാഫിക് വയലേഷൻ ഫൈൻ ഹാസൻ ബീൻ പെയ്ഡ്, പ്ലീസ് സെറ്റിൽ ഇറ്റ് അറ്റ് വൺസ് ടു അവോയ്ഡ് എക്സ്ട്രാ ചാർജസ് ആൻഡ് ലീഗൽ ആക്ഷൻ, ഡോണ്ട് വെയിറ്റ് ഫോർ കോൺസിക്വൻസസ്. ലിങ്ക് കൊടുത്തേക്കുന്നത്. അതായത് ആ ലിങ്കിൽ ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഓപ്പൺ ആയി ഇങ്ങനെ വന്നു. അപ്പൊ അതിൽ ചോദിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെല്ലാൻ നമ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ ആണ് കൊടുക്കാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ വെഹിക്കിൾ നമ്പർ കൊടുക്കും. അപ്പോൾ കാണിക്കുന്നത് സ്പീഡിംഗ് എന്നും പറഞ്ഞാണ് അടിച്ചു വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്പീഡിങ് സ്കൂട്ടറിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പൊ എനിക്ക് ഒരു സംശയം തോന്നി. അപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് വന്നേക്കുന്ന ഒരു നമ്പർ എന്നാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ ഞാൻ പിന്നെ അതിൽ തന്നെ ഞാൻ മാറ്റിയിട്ട് നമ്മുടെ വേറൊരു വണ്ടിയുടെ നമ്പർ അടിച്ചു നോക്കി. അതിനും സെയിം തന്നെ സ്പീഡിങ് അത് കാണിക്കുന്ന സെയിം, അതായത് ഇന്ന് തന്നെയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യാന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും വേറൊരു പേര് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഈ ഡ്രൈവിംഗ് ഇതെന്ന് എഴുതിയേക്കുന്നതിൽ നമ്മളത് ഇങ്ങനെ കുണുവാവ എന്ന് ടൈപ്പ് ചെയ്യണം വെറുതെ. ചുമ്മാ ഒരു ഞാൻ ഓക്കെ കൊടുക്കുവാണ്. അപ്പൊ അത് ഇങ്ങനെ വരിക കണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിന് വരും കുണുവാവ. അത് കഴിഞ്ഞ് ചെല്ലാൻ നമ്പർ സ്പീഡിങ്ങിൻ്റെതാണ് 500 രൂപയാണ് എന്ന് എഴുതിയിട്ടാണ് എക്സ്പയറി ഈ പറയുന്നത് 30-ാം തീയതി. എന്നിട്ട് പേ നൗ. സ്വാഭാവികമായിട്ടും ആരാണെന്നുണ്ടെങ്കിലും പേ നൗ ക്ലിക്ക് ചെയ്യും. ഇതിൽ നേരെ വരുന്നത് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. കാർഡ് ഡീറ്റെയിൽസിലാകുമ്പോഴത്തേക്ക് എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ എല്ലാം ചോദിക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ പേ ഓപ്ഷൻ ഒന്നുമില്ല, UPI ഒന്നും അല്ല കാണിക്കുന്നത്, ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് വിടാതിരിക്കുക. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തേക്കുക. ഇങ്ങനെയാണ് ഈ ഒരു സാധനം വന്നേക്കുന്നത്. ആ നമ്പർ ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു നമ്പർ എന്നാണ് മെസ്സേജ് വന്നത്.